ഈ പോലീസിൻ്റെ സ്വർണ്ണവേട്ടകളിൽ കസ്റ്റംസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. കസ്റ്റംസിൻ്റെ തീരുമാനം കൊച്ചിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ്. കരിപ്പൂർ കേന്ദ്രീകരിച്ച് പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് കേസുകൾ പരിശോധിക്കാൻ പ്രത്യേക സംഘത്തിന് ചുമതലപ്പെടുത്തും. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. വിവരങ്ങളുമായി വീണ്ടും വിജീഷ് ചേരുകയാണ്. വിജീഷ്, പറയൂ. കൃഷ്ണരാജ്, ഏറ്റവും നിർണായകമായ മറ്റൊരു വിവരം തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ കഴിയുന്നത്. കാരണം വലിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കേട്ടിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്വർണ്ണക്കടത്തുകളിൽ ഏറ്റവും മിടുക്കനായ പോലീസ് ഓഫീസർ എന്ന നിലയിൽ ആ ഘട്ടങ്ങളിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ച സുജിത് ദാസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അവിടെ പോലീസ് പിടികൂടിയ സ്വർണ്ണക്കടത്തുകളിൽ അതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നത് തന്നെയാണ്. കാരണം ഈ പിടികൂടിയ സ്വർണം പലതും നേരിട്ട് അതേ രീതിയിൽ കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ല. അത് ഉരുക്കിയ ശേഷമാണ് ഇത്തരത്തിൽ കോടതിയിൽ സമർപ്പിക്കുന്നത്. ഈ സ്വർണം ഉരിക്കുമ്പോൾ തന്നെ അതിൽ വലിയ ക്രമക്കേടുണ്ട്. അവിടെയാണ് PV അൻവർ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ അടക്കം ആഭ്യന്തര വകുപ്പിന്റെ അടക്കം വിശ്വസ്തനായ PV അൻവർ ഇക്കാര്യത്തിൽ ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് സുജിത് ദാസിനെതിരെ ഉയർത്തിയ ആരോപണം അത് തന്നെയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് PV അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ കൊച്ചിയിൽ ചേർന്ന കസ്റ്റംസ് പ്രിവന്റീവ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിന് തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ ജിജീഷ്, ഇത് ആരെ പൂട്ടാൻ എന്നൊരു ചോദ്യമുണ്ട്. കുറെ കൃഷ്ണരാജ്, ഇവിടെ ഈ ഒരു അന്വേഷണത്തിൽ കാരണം നേരത്തെ തന്നെ അവർ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കസ്റ്റംസും പോലീസും തമ്മിൽ ഈ കാര്യത്തിൽ വലിയ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉടലെടുത്തിരുന്നു. പല ഘട്ടങ്ങളിലും കസ്റ്റംസിന് നടത്താൻ അധികാരമുള്ള റെയ്ഡുകളും പരിശോധനകളുമായിരുന്നു അവിടെ പോലീസ് നടത്തിയിരുന്നത് പലപ്പോഴും. കാരണം ഈ സുജിത് ദാസ് നേരത്തെ ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന ആളാണ്. കസ്റ്റംസിൽ ഇൻസ്പെക്ടറായിരുന്നു. പിന്നീടാണ് IPS നേടി പോലീസ് സേനയിലേക്ക് അദ്ദേഹം പിന്നീട് മാറി വരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കസ്റ്റംസിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവിടെ വിവരങ്ങൾ ചോർന്നു കിട്ടുന്നത്, എങ്ങനെയാണ് അവിടെ നിന്നുള്ള നടപടിക്രമങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ സുജിത് ദാസിന് അറിയാം. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു സുജിത് ദാസ് ഈ സ്വർണ്ണക്കടത്തുകളെല്ലാം തന്നെ പുറത്തു വെച്ച് പിടികൂടിയിരുന്നത്. പല ഘട്ടങ്ങളിലും കസ്റ്റംസിന്റെ പരിശോധനയെ മറികടന്ന് പുറത്തു വരുമ്പോൾ അവിടെ പോലീസ് പിടിക്കുന്നു. എന്നാൽ ഈ പോലീസ് പിടിക്കുന്നു എന്നതിനപ്പുറം അല്ലെങ്കിൽ ഒരു കള്ളക്കടത്ത് സ്വർണം ഒരാളുടെ കയ്യിൽ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കസ്റ്റംസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവരുടെ വീഴ്ച കൊണ്ട് നഷ്ടപ്പെടുന്ന സ്വർണം പോലീസ് പിടിക്കുന്നു എന്നത് മാത്രമായിരുന്നില്ല അവിടെ വിവാദങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഈ സ്വർണം പങ്കുവെച്ചടക്കുന്നത് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്ന ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല ഈ സ്വർണം ഉരുക്കിയാണ് കോടതിയിൽ നൽകേണ്ടത്. സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പണിക്കാരന് നൽകുന്നതിനുള്ള പണം പോലും നൽകാൻ വ്യവസ്ഥയില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഉരുക്കിയ സ്വർണത്തിൽ നിന്ന് ചെറിയ ഒരു പങ്ക് ഈ സ്വർണ്ണപ്പണിക്കാരന് നൽകുന്നു. അതിനുശേഷമാണ് ഈ സ്വർണത്തിന്റെ ഇടപെടലുകളും അതിന്റെ അളവിൽ കുറവ് വരുത്തുന്നതും എല്ലാം എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു തിരിച്ചടിയുമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം വിശദമായ ഒരു അന്വേഷണത്തിന് തയ്യാറായിരിക്കുന്നത്. ഡെപ്യൂട്ടി കമ്മീഷണർ ഒപ്പം തന്നെ അഡീഷണൽ കമ്മീഷണർ, കോഴിക്കോട് അഡീഷണൽ കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് കസ്റ്റംസിന് ലഭിച്ച കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ അന്വേഷണത്തിലേക്ക് ഈ സ്വർണ്ണക്കടത്തുകൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രത്യേകിച്ച് സുജിത് ദാസ് SP ആയിരിക്കെ. ശരി ജിജീഷ്, ഈ പോലീസിന്റെ സ്വർണ്ണവേട്ടകളിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് കസ്റ്റംസ്. വലിയൊരു നീക്കമാണ്. ആ വാർത്തയാണ് ബ്രേക്കിംഗ് ആയി ജിജീഷ് നൽകിയത്.